മതത്തിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാ. അമ്മതം സ്വീകരിച്ചോനും ജീവിതത്തിൽ ഒരു സെക്കൻഡ് സമാധാനമല്ല. എന്തൊരു പുതുമ! ആരാണ് ഈ സമാധാനക്കേടുണ്ടാക്കിയത്? നിങ്ങൾ തിരഞ്ഞെടുത്ത ആദർശത്തിന്റെ തകരാറല്ലാതെ മറ്റെന്ത് തകരാറാണ് അതിനുള്ളത്? ഇസ്ലാമിന് എന്ത് തകരാറാണുള്ളത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈബ് അബീ ത്വാലിബ് മലയിൽ 3 കൊല്ലം ഗരാവോ ചെയ്തു. അവര് 3 കൊല്ലം പച്ചിലകൾ എത്തുന്നവര് ആട് കാട്ടിക്കുന്ന പോലെ കാട്ടിച്ചു. അവരിലെ പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞതും ആ കരച്ചിൽ കേട്ട് ഖുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചതും നമ്മൾ കണ്ടു. ആ മക്കക്കാർ 3 കൊല്ലക്കാലം പ്രവാചകനെ പീഡിപ്പിച്ച ആ മക്കക്കാർ അവർ പട്ടിണി കിടക്കുന്നു എന്ന് നബിയുടെ ഇസ്ലാമിക ഭരണകാലഘട്ടത്തിൽ പ്രവാചകൻ അറിഞ്ഞു. സഹാബികൾ ചോദിച്ചു, അങ്ങുന്ന് അതോർത്ത് എന്തിനാ കരയുന്നത്? 3 വർഷക്കാലം 3 മിനിറ്റല്ല 3 വർഷക്കാലം ഒരു കുന്നിൽ ബ്ലോക്ക് ചെയ്ത് പട്ടിണിക്കിട്ട ഒരു ജനത പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കാത്തത്? പക്ഷേ പ്രവാചകന്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞു, കണ്ണുനീര് ചാലിട്ടൊഴുകി. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. അതാണ് പ്രവാചകൻ, അതാണ് ഇസ്ലാം. നബിയുടെ അയൽവാസികൾ മുഴുവനും അടിച്ചുവാരി വൃത്തികേടുകൾ മുഴുവനും നബിയുടെ മുറ്റത്തേക്ക് തള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ചോദിച്ചു, അബൂലഹബ് തന്റെ ഇളാപ്പയായിട്ട് പോലും, അതല്ല ഇതെന്ത് ഖുറൈശികളെ, ഇതെന്തൊരു അയൽപക്ക ബന്ധമാണ് എന്ന മധുരമായ ചോദ്യം അതായിരുന്നു പ്രവാചകൻ. പ്രവാചക തിരുമേനി പ്രവാചകനെ പറ്റി പറയുന്നത് തന്നെ ഓ പ്രവാചക, താങ്കൾ ഏറ്റവും സമുന്നതമായ സ്വഭാവത്തിന്റെ ആളാണ്. 68-ാം അധ്യായം സൂറത്ത് കലം 4-ാമത്തെ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. പരീക്ഷ സ്വഭാവിയായിരുന്നില്ല പ്രവാചകൻ, കഠിനഹൃദയനായിരുന്നില്ല പ്രവാചകൻ. 3-ാം അധ്യായം 189-ാമത്തെ വചനം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഭരിക്കുന്ന ഭരണകാലഘട്ടത്തിൽ ഒരാള് യാചിച്ചു നടക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തെ തടഞ്ഞു. ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ യാചനയോ? ഉമറിന്റെ ഭരണകാലഘട്ടത്തിൽ യാചനയോ? ഉടനെ അയാൾ പറഞ്ഞു, ഞാനൊരു ജൂതനാണ്, എങ്കിൽ നിനക്ക് തീരെ പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞു. ഇനി മേലിൽ നിങ്ങൾ യാചിക്കേണ്ടതില്ല. എന്റെ ഭരണകൂടത്തിന് കീഴിൽ ഒരു ജൂതന് യാചിക്കേണ്ടി വരികയോ? ഇനി നിങ്ങൾക്കുള്ള വരുമാനം നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും ഈ ഭരണകൂടം എന്ന് പ്രഖ്യാപിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിച്ച ആ ഇസ്ലാമിക ഭരണകൂടം നിലനിന്ന കാലഘട്ടം. അങ്ങ് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ഒട്ടകം വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടാൽ അതിന് മറുപടി പറയേണ്ടി വരും എന്ന് നീതിബോധമുണ്ടായിരുന്ന ആ ഉമർ ഭരിച്ച കാലഘട്ടം. പാൽക്കാരി പെൺകുട്ടിയെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വേഷം മാറി നടന്ന് ഉമ്മ പറയുന്നു, മോളോട് മോളെ പാലിൽ വെള്ളം ചേർക്ക്. ഉമ്മ പറയുന്നു. വോൾട്ടയർ ഇതിനോട് ചേർത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്, ഞാനത് പിന്നീട് വിശദീകരിക്കും. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണ കാലഘട്ടം ഒരു വീടിന്റെ സമീപത്തൂടെ നടന്നു പോകുന്നു. ഉമ്മ പറയുന്നു, മോളെ പാലിൽ വെള്ളം ചേർക്ക്. ആ കുട്ടി പറയുന്നു, ഉമ്മ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിളിയാളമുണ്ട്, പാലിൽ വെള്ളം ചേർക്കരുത് എന്ന കാര്യം. ഉമ്മ അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഉമ്മ ചോദിക്കുന്നു, നമ്മളൊക്കെ മനസ്സിലാക്കണം, ഉമ്മ ചോദിക്കുന്നു, മോളെ ഉമർ എങ്ങനെ കാണാൻ, ഉമറിന്റെ പട്ടാളം എങ്ങനെ അറിയാൻ, ഉമറിന്റെ സൈന്യാധിപന്മാരെങ്ങനെ അറിയാനാണ് മോളെ? ആ സമയത്ത് ആ പ്രായമെത്തിയ വളരെ ചെറിയ പ്രായമുള്ള ആ കുട്ടി ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഉമ്മ, എന്നെയും നിങ്ങളെയും ഉമറിനെയും ലോകത്തെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പടച്ച തമ്പുരാന്റെ കണ്ണ് വെട്ടിക്കാൻ ഉമ്മ നമുക്ക് സാധിക്കുമോ? ഈ ചോദ്യമാണ് ഒരു മനുഷ്യനെ ശുദ്ധീകരിച്ച ഇസ്ലാമിന്റെ ചോദ്യം. നമ്മൾ ഓരോരുത്തരെയും ശുദ്ധീകരിക്കേണ്ട പ്രബലമായ ചോദ്യം ഈ ചോദ്യമാണ്. എന്ത്? ആ ചെറ്റക്കുടിലെ പാൽക്കാരി പെൺകുട്ടി പേടിച്ച ആ അല്ലാഹു ഇന്നും ഇവിടെ ഉണ്ട്. ആ അല്ലാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അല്ലാഹുവിനെ പേടിക്കാൻ മദ്യപിക്കുമ്പോൾ, ഒളിച്ചും തെളിഞ്ഞു വരുന്ന മദ്യപിക്കുമ്പോൾ, ആ മദ്യപാനം എന്റെ റബ്ബ് വിലക്കിയതാണ്. എനിക്ക് വായു നൽകിയ, എനിക്ക് വെള്ളം നൽകിയ, എനിക്ക് കൈകാലുകൾ നൽകിയ, എനിക്ക് ആരോഗ്യം നൽകിയ, എന്നെ മുസ്ലിമാക്കിയ എന്റെ റബ്ബ് ഹറാമാക്കിയ മദ്യമാണ് ഞാൻ കുടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുടിക്കില്ല എന്ന് തീരുമാനിക്കാൻ ഒരു യുവാവിന് സാധിക്കുക. ഈ ബോധം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു പെണ്ണ് വീടിന്റെ മുറ്റത്തിരിക്കുന്നു. എന്നിട്ട് അവൾ പാടുന്നു, ഈ കാളരാത്രി എത്ര ദൈർഘ്യമേറിയ രാത്രിയാണ്, എത്ര ദൈർഘ്യമേറിയ രാത്രിയാണ്. എന്റെ ഭർത്താവ് ഇന്ന് എന്റെ കൂടെയില്ല, പട്ടാളത്തിലാണ് എന്റെ ഭർത്താവ്. എന്റെ ശരീരത്തിന് മോഹമുണ്ട്, എന്റെ മനസ്സിന് ആഗ്രഹമുണ്ട്. ഒരു അന്യപുരുഷനെ ഞാൻ എന്റെ മണിയറയിലേക്ക് ക്ഷണിക്കുമായിരുന്നു. പടച്ചവനെ, ഞാൻ നിന്നെ പേടിക്കുന്നില്ലായിരുന്നുവെങ്കിൽ.
പഠിച്ചവനെ ഞാൻ നിന്നെ പേടിക്കുന്നില്ലായിരുന്നുവെങ്കിൽ. ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അദ്ദേഹം നേരെ വീട്ടിൽ ചെന്നു, മോളെ വിളിച്ചു ചോദിച്ചു, മോളെ, ഒരു പെണ്ണിന് ഭർത്താവിന്റെ ഭാവത്തിൽ എത്ര കാലം നിൽക്കാം? 6 മാസം വരെ പിടിച്ചു നിൽക്കാം. പട്ടാളത്തോട് ഓർഡർ പുറപ്പെടുവിച്ചു, 6 മാസത്തിൽ കവിഞ്ഞ് ഭാര്യമാരെ വിട്ടു നിൽക്കരുത്. വ്യഭിചാരത്തിന്റെ പഴുതുകൾ അടച്ചു ഇസ്ലാം. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, സംസാരം കൊണ്ടുള്ള വ്യഭിചാരം, ജീവിതത്തിന്റെ നാവ് കൊണ്ടുള്ള വ്യഭിചാരം, സ്പർശനം കൊണ്ടുള്ള വ്യഭിചാരം, അതുപോലെ മനുഷ്യന്റെ പ്രത്യുൽപാദന അവയവം അത് ശരിവെക്കുന്ന വ്യഭിചാരം, ഇതിനെയെല്ലാം വലാ തഖ്റബുസ് സിനാ വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീലാ. വ്യഭിചാരത്തെ കൊള്ളയടിച്ചു പോകരുത്, അത് പാപമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചു, അത് പ്രസംഗിച്ചു, അത് പ്രചരിപ്പിച്ചു, അത് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചു. അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കി. ആര് കണ്ടാലും ആര് കേട്ടാലും വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാഡിയേക്കാളും അടുത്ത എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. 50-ാം അധ്യായം 16-ാമത്തെ വചനം, 17-ാം അധ്യായം 32-ാമത്തെ വചനം. എത്ര വ്യക്തമാണ്! അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഗലമണ്ഡലങ്ങളെ ശുദ്ധീകരിച്ചു ഇസ്ലാം. എന്നെ ആരും കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഷുഐബ് റൂമി, മുസ്ലിങ്ങളെ മനസ്സിലാക്കണം, താബികളിൽ പ്രഗൽഭനായ ഷുഐബ് റൂമി ഭാര്യയുടെ കൂടെ കിടക്കുകയാണ്. അങ്ങും ഇങ്ങും അദ്ദേഹം തിരിഞ്ഞു കിടക്കുന്നു, അങ്ങോട്ട് ചെരിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് ചെരിഞ്ഞു കിടക്കുന്നു. ഭാര്യ ചോദിക്കുന്നു, അങ്ങുന്നിന് ഉറങ്ങണ്ടേ? കണ്ണിനോട് ബാധ്യതയില്ലേ അങ്ങുന്നിന്? അങ്ങ് എന്താണ് ഉറങ്ങാത്തത്? ഷുഐബ് റൂമി പറയുന്നത്, എടീ, എനിക്കുറക്കം വരുന്നില്ല. നരകത്തിന്റെ ഭയാനകത ഓർത്ത് എനിക്കുറങ്ങാൻ കഴിയുന്നില്ല. സ്വർഗത്തിന്റെ സുന്ദരത ഓർത്ത് അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നാകുലതയിലാണ് ഞാൻ. എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിങ്ങളെ, സ്വർഗം എന്ന് പറയുന്ന അർളുഹാ കാർലി സമാഇ വൽ അർദ് എന്ന് ഖുർആൻ 50-ാം അധ്യായം 20-21 വചനങ്ങളിൽ പറഞ്ഞ, 3-ാം അധ്യായം 134-ാമത്തെ വചനത്തിൽ പറഞ്ഞ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അത് നമ്മളെ കാത്തിരിക്കുന്നു. മറുഭാഗത്ത് നരകവും. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് എന്താ അർത്ഥം? നിയമത്തിന് എന്താ അർത്ഥം? പീഡിപ്പിക്കപ്പെടുന്നതിന് എന്താ അർത്ഥം? നിരപരാധികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് എന്താ അർത്ഥം? നിങ്ങൾക്ക് നോക്കായിരുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നോക്കൂ, കള്ളു കുടിച്ചവനെ സൃഷ്ടിക്കാൻ ഇവിടെ വകുപ്പുണ്ട്, വ്യഭിചരിച്ചവനെ സൃഷ്ടിക്കാൻ ഇവിടെ വകുപ്പുണ്ട്, തീവ്രവാദം പ്രചരിപ്പിച്ചവനെ സൃഷ്ടിക്കാൻ വകുപ്പുണ്ട്. അതുപോലെ തന്നെ പിന്നെ മനുഷ്യന്റെ ഖജനാവുകൾ, നമ്മുടെ ഖജനാവുകൾ കൊള്ള ചെയ്താൽ സൃഷ്ടിക്കാൻ അവിടെ വകുപ്പുണ്ട്. അങ്ങനെ അങ്ങനെ മോഷണം നടത്തിയാൽ സൃഷ്ടിക്കാൻ വകുപ്പുണ്ട്. ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു, അതിനാണ് കോടതികളും അതിനാണ് ജയിലുകളും. എന്നാൽ മോഷ്ടിക്കാത്ത, വ്യഭിചരിക്കാത്ത, തീവ്രവാദത്തിനെതിരെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾക്ക് സമ്മാനമായി നൽകുന്ന സ്വർഗ സംവിധാനം ഇവിടെ എവിടെ? ഇവിടെ എവിടെ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനുള്ള വകുപ്പ് മാത്രമേ നമ്മുടെ ഭരണകൂടത്തിന് കീഴിലുള്ളൂ. തെറ്റ് ചെയ്യാത്ത സ്വാത്വികർക്ക് സുഹൃത്തത്തിന്റെ കേന്ദ്രം എവിടെ? أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار أم نجعل الذين آمنوا وعملوا الصالحات. അതല്ല, സുകൃതം ചെയ്യുന്നവരും നികൃഷ്ടരായ ആളുകളും തുല്യമാകുമോ മനുഷ്യരെ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അല്ലേ, നികൃഷ്ടരായ ആളുകൾ, കൊട്ടേഷൻ പാർട്ടികൾ, തിന്മ ചെയ്യുന്നവർ, ഹറാമുകളിൽ ഏർപ്പെടുന്നവർ. നിങ്ങൾ നോക്ക്, മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു ലോകം. 50,000 കോടി ഡോളറിന്റെ മയക്കുമരുന്ന് വിറ്റഴിക്കപ്പെട്ടു കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്കിടയിൽ ലോക മാഫിയ വിപണിയിൽ. നമ്മുടെ കൊച്ചിയും മട്ടാഞ്ചേരിയും പരിസര പ്രദേശങ്ങളും ചിന്തിക്കണം, നമ്മുടെ നാട് മയക്കുമരുന്നിന് അടിമപ്പെടുന്നുണ്ടോ എന്ന്. നമ്മുടെ നാട് ഹറാമുകൾക്ക് വിധേയമാണോ എന്ന്. മുസ്ലിം ഗല്ലികൾ ഹറാമുകളുടെ കേന്ദ്രങ്ങളാണോ എന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നത്തെ പുതിയ യുവാക്കളെ, നിങ്ങളുടെ യൗവനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ സ്വന്തത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാടിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ കുറെ യുവാക്കൾ ഡെയിലി ഇരിക്കും. അവർക്ക് സ്വന്തമായി തൊഴിലില്ല, അവർക്ക് സ്വന്തമായ ഒരു ഉപകാരമില്ല, കുടുംബത്തിന് ഒരു ഉപകാരമില്ല, നാടിന് ഒരു ഉപകാരമില്ല. ഞാൻ അവരോട് പറഞ്ഞു, മോനെ, ഒരു മകൻ ഒറ്റയ്ക്കിരിക്കുകയാണ്, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്, അവൻ നമസ്കരിക്കുന്നില്ല, നല്ലൊരു മുസ്ലിം കുടുംബത്തിലെ പയ്യൻ. ഞാൻ അവനെ വിളിച്ചു, മോനെ, നീ ആടിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ. പശുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോനെ, നിന്നേക്കാൾ ഉപകാരമാണത്. പശു രാവിലെ പാല് തരുന്നു, പശുവിന്റെ ചാണക ഉപകാരമാണ്, പശുവിന്റെ മൂത്രം പോലും ഉപകാരമാണ്. നിന്റെ എന്തുണ്ട് ഉപകാരം ലോകത്തിന്? നിന്റെ എന്തുണ്ട് ലോകത്തിന് ഉപകാരം? ഇന്നത്തെ യുവാക്കൾ പ്രത്യേകമായി ചിന്തിക്കണം. ഇന്നത്തെ യുവാവ് സ്വന്തത്തിന് ഉപകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്, ഇല്ല എന്നുള്ളതാണ്. പൂനെക്കടുത്ത് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ഒരു യുവതിയുടെ കൂടെ ആക്സിഡന്റിൽ മരിച്ചൊരു മുസ്ലിം, തിരൂരിൽ നിന്ന് പുറപ്പെട്ട ഒരു മുസ്ലിം, അതിന്റെ ബാക്കിൽ ഒരു കാമുകിയെയും നിർത്തി ഇവിടുന്ന് യാത്ര പോവുകയാണ്. യാത്ര പോവുകയാണ് പൂനെ വരെ 2 വീലർ ഓടിച്ച്
അവിടെ എത്തി ബാറിൽ കയറി മദ്യപിച്ച് ആ മദ്യത്തിന്റെ ലഹരിയിൽ വാഹനത്തിനിടിച്ചു മരിച്ചു. അന്നും പത്രം വിവേചനം കാണിച്ചു.